ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ചാപ്റ്റർ 7 ഇന്ന് പഠിക്കാൻ പോകുന്നത് ടാൻജൻസ്. അപ്പോൾ ഫസ്റ്റ് ടാൻജൻറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിൽ കൂടി പാസ് ചെയ്യുന്ന ചില ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഡ്രോൺ ഹിയർ എ സർക്കിൾ ആൻഡ് എ ഫ്യൂ ലൈൻസ് പാസിംഗ് ത്രൂ ദി സർക്കിൾ. See here, this passes through the center of the circle. Means this line intersect the circle at 2 points. Here also this line is passing through 2 points. And this line. This line is passing through only 1 point of the circle. അതായത് ഈ വരച്ചിരിക്കുന്ന ലൈൻ സർക്കിളിൻ്റെ ഒറ്റ പോയിന്റിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ലൈൻ which intersect the circle only at 1 point. Such a line is called tangent to the circle. ഒരു സർക്കിളിൻ്റെ ടാൻജൻ്റ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ലൈനായിരിക്കും. ടാൻജൻ്റ് ഈസ് എ ലൈൻ വിച്ച് ടച്ചസ് എ സർക്കിൾ only at 1 point. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയൊരു തിയറമാണ്. ദിസ് തിയറം സേസ് ലൈക്ക് ദിസ്: The tangent at a point on a circle is perpendicular to the diameter through that point. അതായത് ഒരു സർക്കിളിൻ്റെ ഒരു ടാൻജൻറ്റ് ആ ടാൻജൻറ്റിൽ കൂടിയുള്ള ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ, ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടി വരയ്ക്കുന്ന ടാൻജൻറ്റ് ആ പോയിന്റിൽ കൂടിയുള്ള ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടാൻജൻറ്റ് ആൻഡ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ദ ഡയമീറ്റർ. അതായത് ഈ ടാൻജൻറ്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഹിയർ എ പി ഈസ് ദ ടാൻജൻറ്റ് ആൻഡ് എ ബി ഈസ് ദ ഡയമീറ്റർ. അപ്പോൾ ഒ എ ആയിരിക്കും അതിൻ്റെ റേഡിയസ്. അപ്പോൾ ഈ ആംഗിൾ ഒ എ പി 90 ഡിഗ്രി ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് ഈസ് 90 ഡിഗ്രി. ഇനി പേജ് 163 പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഈച്ച് ഓഫ് ദ 2 പിക്ചേഴ്സ് ബിലോ എ ട്രയാങ്കിൾ ഈസ് ഫോംഡ് ബൈ എ ടാൻജൻറ്റ് ടു എ സർക്കിൾ, ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആൻഡ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ. ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദീസ് ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് ഈ തന്നിരിക്കുന്ന ഡയഗ്രം നമുക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കണം. ഇതിൻ്റെ ഒറിജിനൽ ഡയഗ്രം വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വളരെ ഈസിയാണ്. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് 2.5. അപ്പോൾ സ്കെയിലിൽ നിന്ന് 2.5 എടുക്കുക. കോമ്പസ് ഉപയോഗിച്ച് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. ഇനി ഈ ലൈനിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇത് ഡയറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആദ്യം നിങ്ങൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം. യു ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ദിസ് റേഡിയസ്. മാർക്ക് എ റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. ഒരു ലൈൻ വരച്ച് സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒ ആയിട്ട് മാർക്ക് ചെയ്യുക, റേഡിയസ് ഒ ആയിട്ട് എടുക്കുക. നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പം 90 ഡിഗ്രി വരുന്ന രീതിയിൽ ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. കൺസ്ട്രക്ട് ആൻ ആംഗിൾ 90 ഡിഗ്രി അറ്റ് ദ പോയിന്റ് എ. 90 ഡിഗ്രി വരുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക, ഈ ലൈൻ വരയ്ക്കുക. ഇനി ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ടേക്ക് 5 സെൻറ്റിമീറ്റർ ഫ്രം യുവർ സ്കെയിൽ യൂസിങ് കോമ്പസ്. 5 സെൻറ്റിമീറ്റർ കോമ്പസ് ഉപയോഗിച്ച് സ്കെയിലിൽ നിന്ന് എടുക്കുക. കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്യുക. ഈ ഓയിൽ കട്ട് ഓഫ് 1 ആർക്ക് ഹിയർ. ഇവിടെ ഒരു ആർക്ക്, മുമ്പ് വരച്ച ഈ ലൈനിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇനി ഈ പോയിന്റ് സെൻറ്ററും ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റും ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സെയിം ഡയഗ്രം ആയിരിക്കും. അതായത് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ കിട്ടി, ഈ ലൈനിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്ററും കിട്ടും. അടുത്ത സെക്കൻഡ് പ്രോബ്ലമാണ്. ഇൻ ദ പിക്ചർ ഓൾ സൈഡ്സ് ഓഫ് എ റോംബസ് ആർ ടാൻജൻസ് ടു എ സർക്കിൾ. ഡ്രോ ദിസ് പിക്ചർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഇത് നോട്ട്ബുക്കിൽ വരയ്ക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ റഫ് ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്.
ഈ ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ഈ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റഫ് ഡയഗ്രാം വരയ്ക്കാം. ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് റേഡിയസ് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. റേഡിയസ് ഈസ് 4/2 2 സെൻറ്റിമീറ്റർ ആയിരിക്കും റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സർക്കിൾ വരയ്ക്കാം. 2 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ സെൻറ്റർ ഒന്ന് പേര് കൊടുക്കുക. ഇനി ആദ്യം ചെയ്യേണ്ടതാണ് ഓയിൽ കൂടി ഒരു ഡയമീറ്റർ വരയ്ക്കുക. ഡ്രോ എ ഡയമീറ്റർ ലൈക്ക് ദിസ് ത്രൂ ഓ. ഡയമീറ്റർ പാസസ് ത്രൂ ദ സെൻറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ഡയമീറ്റർ വരയ്ക്കാം. ആ ഡയമീറ്റർ നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. ഇത് റഫ് ഡയഗ്രമാണ്. ഡയമീറ്ററിന് AB എന്ന് പേര് കൊടുക്കാം. ഇനി ഓയിൽ കൂടി വേറൊരു ഡയമീറ്റർ കൂടി ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഡ്രോ അനദർ ഡയമീറ്റർ ലൈക്ക് ദിസ്. അതിന് ഞാൻ പേര് CD എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് ഈസ് 90 ഡിഗ്രി. അതായത് ഇവിടെ ഈ ആംഗിൾ, ഈ പോയിൻറ്റിന് P എന്ന് പേര് കൊടുക്കുന്നു, ഈ പോയിൻറ്റിന് Q എന്ന് പേര് കൊടുക്കുന്നു. ആംഗിൾ OBP 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് ഈസ് 90 ഡിഗ്രി. അതുപോലെ ഈ ആംഗിൾ ODP എത്രയായിരിക്കും? ആംഗിൾ ODP 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതും റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് ആംഗിൾ. ആംഗിൾ BOD വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ സം ഓഫ് ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അതായത് ODPB ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ODPB എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ്. ആ ക്വാഡ്രിലാറ്ററിൻ്റെ സം ഓഫ് ആംഗിൾ 360 ഡിഗ്രിയാണ്. നമുക്ക് ഇത് 90 ഡിഗ്രി എന്നറിയാം, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 40 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ BOD കാണാൻ വേണ്ടി ടോട്ടൽ സം 360 ആണ്. 360യിൽ നിന്ന് ഈ 3 ആംഗിളിൻ്റെ സമ്മ് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. അതായത് ഇത് 90 ഡിഗ്രി, ഇത് 90, ഇത് 40. ഇപ്പോൾ 360 മൈനസ് 90 പ്ലസ് 90 180 പ്ലസ് 40 220. അതായത് ആംഗിൾ BOD നമുക്ക് 140 ഡിഗ്രി കിട്ടും. ആംഗിൾ BOD വി ഗോട്ട് ആസ് 140 ഡിഗ്രി. ഇനി ആംഗിൾ BOD 140 ആണെങ്കിൽ ആംഗിൾ AOD എത്രയായിരിക്കും? ആംഗിൾ BODയുടെയും ആംഗിൾ AODയുടെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ ആയതുകൊണ്ട് ആംഗിൾ BOD ഓൾറെഡി 140 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ആംഗിൾ AOD ഈസ് 180 മൈനസ് 140, അതായത് 40 ഡിഗ്രി ആയിരിക്കും. സോ വി ഗെറ്റ് ദിസ് ആംഗിൾ ആസ് 40 ഡിഗ്രി. ഇതെല്ലാം റഫ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഡയഗ്രാം വരയ്ക്കാൻ ആവശ്യമായ എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ് us ഡ്രോ ദ ഒറിജിനൽ ഡയഗ്രാം നൗ. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ ദ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. ഡ്രോ സർക്കിൾ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. റേഡിയസ് 2 സെൻറ്റിമീറ്റർ എടുത്ത് സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ O മാർക്ക് ചെയ്യുക. മാർക്ക് ദ സെൻറ്റർ ആസ് O. നൗ യു ക്യാൻ ഡ്രോ എ ഡയമീറ്റർ. ഒരു ഡയമീറ്റർ കാണിക്കുക. ആ ഡയമീറ്റർ AB ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗീവ് ദ നെയിം ആസ് AB. ആംഗിൾ BOD 140 ഡിഗ്രി നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ആംഗിൾ BOD 140 ഡിഗ്രി വരുന്ന രീതിയിൽ ഏത് വരയ്ക്കണം? CD വരയ്ക്കണം. സോ BOD 140 ഡിഗ്രി വരുന്ന രീതിയിൽ BOD കൺസ്ട്രക്ട് ചെയ്യുക. BOD 140 ഡിഗ്രി സ്റ്റാർട്ട് ഫ്രം ദി 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 140 ഡിഗ്രി, ഇതാണ് 140 ഡിഗ്രി. മാർക്ക് ദിസ് പോയിന്റ്, ജോയിൻ ചെയ്യുക. ദിസ് ആംഗിൾ വി ഗെറ്റ് ആസ് 140 ഡിഗ്രി. ഈ ആംഗിൾ 140 ഡിഗ്രിന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഈ താഴത്തെ ആംഗിൾ നമുക്കറിയാലോ. താഴത്തെ ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് 40 ഡിഗ്രിന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം.
ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന് സി ഡി എന്ന് പേര് കൊടുക്കാം. ജസ്റ്റ് ഗീവ് ദ നെയിം ആസ് സി ഡി. ഇനി പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ബിയിലും എയിലും സിയിലും ഡിയിലും പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡയഗ്രം ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ആംഗിളെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. റീസൺ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇനി പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഡ്രോ ദ പെർപെൻഡിക്കുലർ അറ്റ് എ ബി സി ആൻഡ് ഡി ടു ഗെറ്റ് ദ റിക്വയർഡ് ഡയഗ്രാം. പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട എങ്ങനെയാണ്? ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻ്റ് ആണ് 90 ഡിഗ്രി. അപ്പോൾ റേഡിയസിനോട് ചേർന്ന് 90 ഡിഗ്രി കിട്ടുന്ന രീതി വേണം ഇത് വരയ്ക്കാനായിട്ട്, ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം കൺസിഡർ ദ പോയിൻ്റ് എ എടുക്കുക. എ ബിയോട് ചേർന്ന് 90 ഡിഗ്രി വരുന്ന രീതിയിൽ യു ഹാവ് ടു കൺസ്ട്രക്ട് 90 ഡിഗ്രി ആംഗിൾ അറ്റ് എ ബിയും വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ലൈനും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒ ഡിയും നമ്മുടെ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ കൺസ്ട്രക്ട് 90 ഡിഗ്രി ആംഗിൾ അറ്റ് ഡി. ഒ ഡിയും ആ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഒ ഡിയോട് യു ഹാവ് ടു കൺസ്ട്രക്ട് 90 ഡിഗ്രി അറ്റ് ഡി such that angle between radius OD and the tangent is 90 degree. ഇതേ രീതിയിൽ തന്നെ ബിയിലും ഡിയിലും 90 ഡിഗ്രി ആംഗിൾസ് വരച്ച് ടാൻജൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് 90 ഡിഗ്രി. Therefore, construct 90 degree angle at B such that angle between OB and tangent is 90 degree. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ സിയിലും 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഈ റേഡിയസ് ഒ സിയും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് റേഡിയസ്. യു ഹാവ് ടു കൺസ്ട്രക്ട് 90 ഡിഗ്രി ആംഗിൾ അറ്റ് സി സച്ച് ദാറ്റ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ഒ സി ആൻഡ് ദ ടാൻജൻറ്റ് മസ്റ്റ് ബി 90 ഡിഗ്രി. ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റും സിയും ജോയിൻ ചെയ്യുക. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി യു ക്യാൻ റബ് ദ എക്സ്റ്റെൻഡഡ് പാർട്സ്. ഈ ഡയഗ്രത്തിന് പുറത്തേക്കുള്ള പാർട്സ് റബ്ബ് ചെയ്യാം. ചെയ്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. സോ വി ഗോട്ട് ദ റിക്വയർഡ് ഡയഗ്രാം ഗിവൺ ഇൻ ടെക്സ്റ്റ് ബുക്ക്. ഈ ആംഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് 40 ഡിഗ്രിയേ വരുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ മെഷർ ചെയ്ത് നോക്കാം. $40 കിട്ടുന്നുണ്ട് എക്സാക്റ്റ് ആയിട്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് സോർട്ട് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഫോംഡ് ബൈ ദ ടാൻജൻസ് അറ്റ് ദ എൻഡ്സ് ഓഫ് 2 ഡയമീറ്റേഴ്സ് ഓഫ് എ സർക്കിൾ. അതായത് ഒരു സർക്കിളിൻ്റെ 2 ഡയമീറ്ററിൻ്റെ എൻഡിൽ ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഓൾറെഡി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ 2 ഡയമീറ്റർ ഉണ്ട്, എ ബിയും സി ഡിയും. ഈ ഡയമീറ്ററിൻ്റെ എൻഡ്സിൽ നമ്മൾ ടാൻജൻസ് വരച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡയഗ്രം ഏതാണ്? ഇത് റോംബസ് എന്ന് പറയുന്നുണ്ടല്ലേ. ഓൾ സൈഡ്സ് ഓഫ് എ റോംബസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സർക്കിളിൻ്റെ 2 ഡയമീറ്ററിൻ്റെ എൻഡ്സിൽ ടാൻജൻസ് വരച്ചാൽ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ ഏതായിരിക്കും? റോംബസ് ആയിരിക്കും. പേജ് 164 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് ദ ടാൻജൻസ് ഡ്രോൺ ടു എ സർക്കിൾ അറ്റ് ദ 2 ends ഓഫ് എ ഡയമീറ്റർ ആർ പാരലൽ. അതായത് ഒരു ഡയമീറ്ററിൻ്റെ 2 എൻഡിൽ വരച്ചിരിക്കുന്ന ടാൻജൻസ് പാരലൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഐ ഹാവ് ഡ്രോൺ ഹിയർ എ സർക്കിൾ. ലെറ്റ് പി ക്യു ബി ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ ഡയമീറ്റർ പി ക്യു ആയിട്ട് എടുത്തിട്ടുണ്ട്. എ ബി ആൻഡ് സി ഡി ആർ 2 ടാൻജൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ്സ് ഓഫ് ദിസ് ഡയമീറ്റർ പി ക്യു. ഈ പി ക്യു എന്ന ഡയമീറ്ററിൻ്റെ 2 എൻഡിൽ വരച്ചിരിക്കുന്ന ടാൻജൻസ് ആണ് എ ബിയും സി ഡിയും.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ്, ഈ രണ്ട് ടാൻജൻസ് പാരലായിരിക്കും എന്ന് വേണം പ്രൂവ് ചെയ്യാനായിട്ട്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ബി ഈസ് പാരലൽ ടു സി ഡി. വളരെ ഈസിയാണ്. ഹിയർ ആംഗിൾ ഒ പി എ ആൻഡ് ആംഗിൾ ഒ ക്യു ഡി, ഈ രണ്ട് ആംഗിൾസ്, ആംഗിൾ ഒ പി എയും ആംഗിൾ ഒ ക്യു ഡിയും 90 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. വൈ ബോത്ത് ആർ ഈക്വൽ? ബിക്കോസ് ബോത്ത് ആർ 90 ഡിഗ്രി. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ്. ഒ പി റേഡിയസ് ആണ്, ഇവിടെ എ ബി ടാൻജൻ്റ് ആണ്. അപ്പോൾ ഈ റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഒ പി എ. അതുപോലെ തന്നെ ആംഗിൾ ഒ ക്യു ഡി, ഒ ക്യു ഈസ് റേഡിയസ്, സി ഡി ഈസ് ഡയമീറ്റർ. ആംഗിൾ ഒ ക്യു ഡി ഈസ് ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ്. We learned that angle between radius and tangent is 90 degree. So these two angles, angle OPA and angle OQD, both are 90 degree. So both are equal. Reason, angle between radius and tangent. At the point of contact, ഈ point of contact ആംഗിൾ ആണ് മെൻഷൻ ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് ആംഗിൾസ് ദീസ് ടു? ഇത് ഏതുതരം ആംഗിൾസ് ആണ്? രണ്ട് ലൈൻസ് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഈ രണ്ട് ആംഗിൾസ് ഫോംഡ് ഓൺ ഐദർ സൈഡ്, ദേ ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും അല്ലേ. ഇത് രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. നമുക്ക് ഈ രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻസ് പാരലായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ബട്ട് ദീസ് ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ദീസ് ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. Since these angles are equal, since these angles are equal, lines are parallel. Alternate angles equal ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈൻസ് പാരലൽ ആയിരിക്കും. ലൈൻസ് ആർ പാരലൽ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ? Therefore എ ബി ഈസ് പാരലൽ ടു സി ഡി. എ ബിയും സി ഡിയും പാരലായിരിക്കും. സോ ദ റിസൾട്ട്, ദെയർഫോർ ടാൻജൻസ് ഡ്രോൺ ടു എ സർക്കിൾ at the two ends of a diameter are parallel. This only you have to prove. നമുക്ക് പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ്. Hence it is proved. Hope that you understood these problems. Let us meet in next class. Okay, bye.